ഹലോ ഗൈസ്, അങ്ങനെ അമിത പഠിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഉറക്കം എണീറ്റു. അവളുടെ കൂടെ ഇറങ്ങി. അവളുടെ കൂടെയാണ് ഇന്ന് ലാബ്. അങ്ങനെ ലാബ് കഴിഞ്ഞു. നമ്മൾ പുറത്ത് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അങ്ങനെ കഴിക്കാൻ പോയി. ഓഫ് കോഴ്സ് ബിരിയാണി കഴിച്ചു. തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ കണിക്കൊന്ന കണ്ടു കേട്ടോ. വിഷു കഴിഞ്ഞെങ്കിലും കണിക്കൊന്നയ്ക്കൊന്നും പഞ്ഞമില്ല. നല്ല ചൂടായിരുന്നു. പെട്ടെന്ന് ചൂടിന് വേണ്ടി അവധി പ്രഖ്യാപിച്ചപ്പോൾ മഴ പെയ്തു. അങ്ങനെ പിന്നെ ലീവ് ഫോം വാങ്ങലായി, എഴുതലായി, സൈനയുടെ അഡ്വൈസർ എടുത്ത് പോയ അഡ്വൈസർ ഇല്ല, പിന്നെ റിക്വസ്റ്റ് ലെറ്ററായി, സൈനഡിലായി, ആകപ്പാടെ അലമ്പ് ബഹളമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു നല്ല വിധന സൈനൊക്കെ മേടിച്ചു. തിരിച്ച് വരുന്ന വഴിക്ക് നല്ല അടിപൊളി മഴ. ഈ തിരക്ക് കണ്ട് പേടിക്കേണ്ട, വീട്ടിൽ പോകാനുള്ള ലീഫും സൈൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന കൂട്ടമാണ്. നമ്മൾ 3 പേരും കൂടെ ഒരുമിച്ച് ഇറങ്ങിയ വൈഷ്ണവ് നേരത്തെ ഓട്ടോയൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് സേഫായിട്ട് എത്താനൊക്കെ പറ്റി. അങ്ങനെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറേ നാൾക്ക് ശേഷം ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ അമിതയും ആദ്യമായിട്ട് ട്രെയിനിൽ കയറാൻ പോകുന്ന അമിതയും. ആ എക്സൈറ്റ്മെൻറ്റ് അവളുടെ ഫേസിലുണ്ടായിരുന്നു. ശരിക്കും കൊച്ചുകുട്ടികളെ പോലെ കണ്ടോ, ലൈറ്റ് ഉണ്ടോ, വീഡിയോ ഉണ്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ വളരെ ലക്കിയായിരുന്നു. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഒരു ഈച്ച പോലും ഇല്ലായിരുന്നു. അത്രയ്ക്ക് ട്രെയിൻ കാലിയായിരുന്നു. അങ്ങനെ അവൾ സ്റ്റോപ്പെത്തി. അവൾ ടാറ്റ ബൈ ബൈ കാണിച്ചു. അവൾ തന്ന ജംസ് ഞാൻ കഴിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി. ദാറ്റ്സ് ഇറ്റ്. സീ യു.